ഹലോ, ഞാൻ ഇന്ന് ഈ ഒരു മേക്കപ്പ് ലുക്കായിട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുക. പിന്നെ ഒരബദ്ധം പറ്റി ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ക്യാമറ നോക്കിയല്ല സംസാരിച്ചത്, എല്ലാം കഴിഞ്ഞ് എഡിറ്റ് ചെയ്തപ്പോഴാണ് അത് കണ്ടത്. അപ്പോൾ എല്ലാവരും ഒന്നുകൂടി ക്ഷമിക്കുക, വീഡിയോ സപ്പോർട്ട് ചെയ്യുക, ഫുള്ള് കാണാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ വീഡിയോ. വെൽക്കം ബാക്ക്. ഞാൻ ഇന്നൊരു മേക്കപ്പ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ. കണ്ടാലോ, ഇന്നത്തെ ചെറിയൊരു പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പം എന്തായാലും മേക്കപ്പ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി, അതങ്ങോട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് പുതിയ പ്രോഡക്റ്റ്സ് ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ കാണാത്ത പ്രോഡക്റ്റ്സാണ്, പിന്നെ പുതിയതായിട്ട് കാണുന്നവർക്ക് അങ്ങനെ കാണാമല്ലോ. സോ ഫസ്റ്റ് ഞാൻ ടോണറാണ് യൂസ് ചെയ്യാൻ പോണത്. ഈ റൈസ് ടോണറാണ് യൂസ് ചെയ്യണത്. ഞാൻ പൊതുവേ എപ്പോഴും ടോണറും അങ്ങനെയൊന്നും യൂസ് ചെയ്യാറില്ല. ആകെ വല്ലപ്പോഴും ഇതേപോലെ മേക്കപ്പ് ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. ഞാൻ നോർമലി വർക്കിന് പോകുമ്പോൾ ആകെ മോയ്സ്ചറൈസറും, അതും ഒലയുടെ മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ വേറൊരു മോയ്സ്ചറൈസറാട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്. അതും അടിപൊളി മോയ്സ്ചറൈസറാണ്, പക്ഷേ ഒലയുടെ ഞാൻ കണ്ടിന്യൂസ് യൂസ് ചെയ്യണതുകൊണ്ട് ഡെയിലി അതാണ് ഞാൻ യൂസ് ചെയ്യണത്. അതും സൺസ്ക്രീനും മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് ഇതേപോലെ പുറത്തൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ മേക്കപ്പ് ചെയ്യുമ്പോൾ മാത്രം ഇതേപോലെ ഇങ്ങനത്തെ പ്രോഡക്റ്റ്സും എല്ലാം യൂസ് ചെയ്യാറുള്ളൂ. സോ യാ, ഇന്ന് പുതിയതായിട്ട് ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സ്, കുറച്ചല്ല ആകെ 2-3 പ്രോഡക്റ്റ്സ് പുതിയത് ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതപ്പോൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം നമുക്ക്. ഞാൻ എന്ത് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തിട്ടും കുറച്ച് നേരം വെയിറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. സോ എൻ്റെ വീഡിയോസ് എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്യണേന് ഒരുപാട് താങ്ക് യു. ഒരുപാട് എനിക്ക് സെക്കൻഡിൽ നിന്ന് കിട്ടിയത് കേട്ടോ. അതിനെപ്പോഴും ഒരുപാട് ഇഷ്ടമാണെന്ന് പറയും. ഇപ്പോൾ ഞാൻ നോർമലി അത് കുറച്ച് വേർഡ്സ് യൂസ് ചെയ്യണത് കൂടുതൽ. മോയ്സ്ചറൈസർ യൂസ് ചെയ്യണത് എംബ്രോലെസ് എന്ന് പറഞ്ഞാണ്. ഇത് കുറേ അത്യാവശ്യം നല്ലോണം മേക്കപ്പ് ആർട്ടിസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിച്ചതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്, ഒരു മോയ്സ്ചറൈസർ തന്നെയാണ്. ഞാൻ ഇത് കണ്ടിന്യൂസ് ഇപ്പോൾ യൂസ് ചെയ്യാറില്ല. ഒരു ഒലയുടെ പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്യണതുകൊണ്ട് ഇതെല്ലാം ഞാൻ യൂസ് ചെയ്യണം കേട്ടോ. ഞാൻ ഇവിടെ ആട്ടോ മിററോ, അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് നോക്കണത്. നല്ലോണം നമ്മുടെ സ്കിൻ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കും കേട്ടോ. ഇഷ്ടമായി, അടിപൊളിയാണ്. ഞാൻ ഫസ്റ്റ് ഇത് ഭയങ്കര വേണ്ടതെന്നൊക്കെ ആലോചിച്ചിരിക്കണമായിരുന്നു, പക്ഷെ പിന്നെ അങ്ങനെ വാങ്ങിച്ചേക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് കോമൺലി ഞാൻ കണ്ടിന്യൂസ് യൂസ് ചെയ്യണതുകൊണ്ടാണെന്ന് തോന്നുന്നത് എനിക്ക് ഒലയുടെ ഓക്കെ. അങ്ങനെ കണ്ടോ, പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവും നമ്മുടെ സ്കിന്നിലേക്ക്. നല്ലോണം ഹൈഡ്രേറ്റ് ആക്കി വെക്കണുണ്ട് എൻ്റെ സ്കിൻ. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ബട്ട് ഞാൻ ഇപ്പം കുറച്ച് മന്ത്സായിട്ട് ഒലയുടെ ക്രീം യൂസ് ചെയ്യണമുണ്ട്. അത് കണ്ടിന്യൂസ് യൂസ് ചെയ്യണതാണ്. അല്ലെങ്കിൽ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അതെന്തായാലും ഞാൻ വിചാരിച്ചു മേക്കപ്പൊക്കെ ചെയ്യുമ്പോൾ മാത്രം ഇത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. യെസ്, ദാറ്റ്സ് ഇറ്റ്. ഇതെനിക്ക് സാമ്പിൾ കിട്ടിയതാട്ടോ, ബോബി ബ്രൗണിൻ്റെ ബേസ്. ഇതെപ്പോഴും ഞാൻ വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് വാങ്ങിച്ചില്ല. ഞാൻ അവരുടെ ലിപ്സ്റ്റിക്കാണ് വാങ്ങിച്ചത്. പെട്ടെന്ന് എനിക്ക് ലിപ്സ്റ്റിക്ക് കണ്ടപ്പോൾ ഓക്കെ നമുക്ക് ലിപ്സ്റ്റിക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചത്. കാര്യം ബേസ് ഞാൻ വാങ്ങിക്കാഞ്ഞത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യില്ല. വല്ല കാലത്ത് യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ അത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്തായാലും സാമ്പിൾ കിട്ടി. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ട മേ ബി ഞാൻ വാങ്ങിക്കും കേട്ടോ. ഇതെല്ലാവരും നല്ല അഭിപ്രായം പറയണതാണല്ലോ. ഒരു നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ. നെക്കിൽ യൂസ് ചെയ്യുന്നത് പ്രൊഡക്റ്റും യൂസ് ചെയ്യുമ്പോൾ ഞാൻ നെക്കിലും യൂസ് ചെയ്യാറുണ്ട്. തോന്നിയത് ഇങ്ങനെ ക്യാമറ നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മേ ബി ഞാൻ ഫുൾ ടൈം കണ്ണാടിയിലോട്ട് നോക്കണ പോലെ തോന്നുമായിരിക്കും. ഓ, സ്കിന്നാണേ ഇഷ്ടമായി. ആ മോയ്സ്ചറൈസറും ഇതുമെല്ലാം കൂടി ഇട്ടപ്പോഴേക്കും നല്ല ഹൈഡ്രേറ്റഡ് ആക്കി വെക്കണുണ്ട്. എനിക്കറിയില്ല അത്രയും ക്ലിയർ ആണോ എൻ്റെ സ്കിൻ ക്യാമറയിൽ നിന്ന്. നൈസായിട്ടുണ്ട്, ഭയങ്കര ഹൈഡ്രേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഇഷ്ടമായിട്ടാണ്, നൈസാട്ടോ. ഇതും അതെ, മോയ്സ്ചറൈസറും സൂപ്പറാണ്.
ഇനി ഞാൻ ഞാനിപ്പം യൂസ് ചെയ്യാറേ ഇല്ല. ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറില്ല. ഞാൻ നോർമലി ഫൗണ്ടേഷൻ ഞാൻ കുറച്ച് കളയാൻ എനിക്ക് തോന്നിപ്പം എന്തായാലും മോർ ദാൻ 6-7 months ആയി ഞാൻ യൂസ് ചെയ്തിട്ട്. എൻ്റെ കയ്യിൽ ഉണ്ട് മേബിലൈൻ്റെ. ഇപ്പം ഞാൻ കറൻ്റ്ലി എൻ്റെ ഫേവറേറ്റ് എൽഫിൻ്റെ ആണ്. അല്ലാതെ എൻ്റെ കയ്യിൽ കുറച്ച് മേബിലൈൻ്റെ തന്നെ കുറച്ച് വേറെ പ്രോഡക്റ്റ്സ് ഇരിപ്പുണ്ട്. ബട്ട് എന്തോ ഇത് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഫുൾ ടൈം ഞാൻ ഇതാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഫുൾ ടൈം മീൻസ് പുറത്തേക്കൊക്കെ പോകുമ്പം ഇങ്ങനെ എന്തെങ്കിലും മേക്കപ്പ് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ഇതാണ് യൂസ് ചെയ്യാറ്. എനിക്ക് അത്രയും ഇഷ്ടമായി. മേ ബി ഞാൻ ഇനിയും ഇത് തന്നെ വാങ്ങിക്കുമായിരിക്കും. എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ് ഇപ്പം. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഭയങ്കര ഗ്ലോയി മേക്കപ്പിനോടാണ് താല്പര്യം. അപ്പം അതിന് പറ്റിയ അടിപൊളി പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ ഇത്. ഇതൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. എൻ്റെ ഹൈലൈറ്റർ മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ. പക്ഷേ എനിക്ക് മേക്കപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും പ്രൊഡക്ട്സ് യൂസ് ചെയ്യണത്. പിന്നെ എന്തായാലും എനിക്ക് ടൈമുണ്ട്. അല്ലെങ്കിൽ ടൈം ഉണ്ടാവാറില്ല. ഞാൻ എല്ലാം ധൃതി പിടിച്ചിട്ടായിരിക്കും എൻ്റെ മേക്കപ്പ് വീഡിയോ ചെയ്യണത്. ഇത് അത്യാവശ്യം എനിക്ക് ടൈമുണ്ട്. ബാലു തന്നെ വരെ പിന്നെ സാക്ക് എഴുന്നേറ്റിട്ടില്ല. അപ്പം നല്ല ടൈമുണ്ട്. മേക്കപ്പ് ചെയ്യാം ഇരുന്ന് മേക്കപ്പ് ചെയ്യാം. എല്ലാ പ്രൊഡക്റ്റും ഞാൻ യൂസ് ചെയ്ത്. പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞു, എൻ്റെ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഇതിൻ്റെ പൊക്കത്ത് ഇപ്പോൾ തൽക്കാലം സൺസ്ക്രീൻ യൂസ് ചെയ്യാനാണ്. നോർമലി ഫിൽറ്ററിൻ്റെ മുന്നെയാണ് ഞാൻ എപ്പോഴും സൺസ്ക്രീൻ യൂസ് ചെയ്യണത്. വേറെ എന്ത് പ്രൊഡക്റ്റ് ഷടാ അതാണ് ഞാൻ സൺസ്ക്രീൻ ഇപ്പോൾ യൂസ് ചെയ്യാൻ പോണേ. കാര്യം എനിക്ക് സൺസ്ക്രീൻ ഇല്ലാതെ പുറത്ത് പോകാൻ പറ്റില്ല. ഒന്നാമത് ഇവിടെ സമ്മറല്ല, സ്പ്രിങ് ആണ്. സ്റ്റിൽ ഇവിടുത്തെ ക്ലൈമറ്റ് പറയാൻ പറ്റില്ല കേട്ടോ. ഇന്നലെയൊക്കെ നല്ല വെയിലായിരുന്നു. ഇന്നിപ്പോൾ നല്ല തണുപ്പാണെന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ പുറത്ത് പോകണോണ്ടാണെന്ന് അറിയില്ല. നല്ല തണുപ്പാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നോക്കാം. ഞാൻ ലോഷനാണ് കേട്ടോ ഇവിടെ കയ്യിലൊക്കെ യൂസ് ചെയ്യണത്. എൻ്റെ കയ്യിൽ വേറെ ലോഷൻ ഇരിപ്പുണ്ട്, അതാണ് യൂസ് ചെയ്യണത്. ഇപ്പം ഞാൻ ഫേസിലും നെക്കിലും ഈ ഒരു ഡെൽബയുടെ UV എസൻസ് ആണ് യൂസ് ചെയ്യണത്. ഞാൻ എല്ലാ പ്രൊഡക്ട്സും പറഞ്ഞെന്ന് തോന്നാൻ കാര്യം, കോമൺലി എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് ചിലപ്പോൾ പ്രോഡക്റ്റ്സ് അറിയാൻ പറ്റുമായിരിക്കും. പക്ഷേ കുറേ പേര് ഇപ്പോൾ പുതിയതായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റില്ല. ചിലവർ പിൻ ചെയ്യാൻ പറയും. അതുകൊണ്ട് ഞാൻ എടുത്ത് പറയണത് കേട്ടോ. നല്ല ഗ്ലോ ആയിട്ടിരിക്കണേണ്. വാവ്, നൈസ്. നല്ല ഗ്ലോയി ആയിട്ടിരിക്കണുണ്ട് എൻ്റെ സ്കിൻ. എനിക്കറിയില്ല നിങ്ങൾക്ക് നല്ല ക്ലിയർ ആണോന്നും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇനിയിപ്പോൾ അതും കൂടി ഇടുമ്പോൾ നന്നായിട്ട് ഹൈഡ്രേറ്റ്. ഇത് ഫുള്ള് ഭയങ്കര ഹൈഡ്രേറ്റ് ആണ് പ്രോഡക്റ്റ്സ് ആട്ടം എല്ലാം. അപ്പോൾ ഗ്ലോ മേക്കപ്പിന് പറ്റിയ എല്ലാ പ്രോഡക്റ്റ്സും മിക്കപ്പോഴും ഞാൻ ചെയ്യണം ഗ്ലോ മേക്കപ്പിന് പറ്റിയ പ്രോഡക്റ്റ്സാണ് വാങ്ങിക്കാറും. അത് തന്നെയാണ് എനിക്ക് അതിനോടാണ് ഇഷ്ടം. മാറ്റ് ഫിനിഷിനെക്കാട്ടും അത്യാവശ്യം നമ്മുടെ സ്കിന്നിനെ കുറച്ച് നല്ല ഗ്ലോയി ആയിട്ടിരിക്കുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ. അങ്ങനെ ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് ഐബ്രോ ചെയ്യാം. ഇത് ഐബ്രോ പെന്നാണ് കേട്ടോ. ഇത് ശരിക്കും ഇങ്ങനെ വയ്യ ചെയ്താൽ മതി. എനിക്ക് ഇങ്ങനെ കുട്ടിയിരുന്ന ഇടയ്ക്ക് ചെയ്യാൻ തോന്നുന്നു. ഇടയ്ക്ക് മര്യാദക്കൊന്നും ചെയ്യാൻ തോന്നാത്ത സമയത്ത് ചെയ്യണ ഒരു സംഭവമാണ്. ഞാനിങ്ങനെ ചെയ്യും, സൈഡിൽ കൂടി ഇങ്ങനെ ചെയ്യും. അപ്പോൾ പെട്ടെന്ന് ഫില്ലാവും. പക്ഷെ അത് കറക്റ്റായിട്ട് ഇരിക്കില്ല കേട്ടോ. അതായത് നോർമലി നമ്മൾ ഓരോ പൊയ്യെ ചെയ്താലാണ് നല്ല ഭംഗിയിലിരിക്കാറ്. കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇങ്ങനെയും ചെയ്യാം. ഞാൻ നോർമലി എൽഫിൻ്റെ ആണ് യൂസ് ചെയ്യാറ്. എനിക്ക് അതാണ് കൂടുതൽ ഇഷ്ടം. എനിക്കിതത്ര ഇഷ്ടമായില്ലെന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് പണിയാണ് ഐബ്രോ ചെയ്യാൻ വേണ്ടി. ഞാനിപ്പോൾ എളുപ്പം കണ്ടുപിടിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇത് കുറച്ച് പണിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് റിമൽ ലണ്ടൻ്റെ പെന്നാണ് കേട്ടോ. ഇതിരിക്കാൻ വേണ്ടി ഞാനിങ്ങനെ ചെയ്യണത്. കാര്യം എനിക്കിത് പെന്നായതുകൊണ്ട് കുറേ ടൈം എടുക്കും ചെയ്യാൻ. പിന്നെ എനിക്കിങ്ങനെ കുത്തിയിരുന്ന് ചില സമയത്ത് എനിക്കിങ്ങനെ ഭയങ്കര കുത്തിയിരുന്ന് ചെയ്യാൻ തോന്നും. ചില സമയത്ത് എനിക്കത് തോന്നും. മിക്കപ്പോഴും തോന്നാറില്ല കേട്ടോ. കുറച്ച് മടിയാണ്, പെട്ടെന്ന് ഇത് കഴിയാനാണ് തോന്നാറ്. ഒന്നാമത് എപ്പോഴും പോകാൻ റെഡിയായി കഴിഞ്ഞിട്ടാണല്ലോ. അല്ല, പോകാൻ വേഗം സമയം ഉണ്ടാവില്ല. പക്ഷേ ഇതിപ്പോൾ ടൈമുണ്ട്. എന്നാലും എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യാൻ തോന്നി. അതുകൊണ്ട് ഞാൻ ചെയ്യണേന്. അപ്പോൾ ഐബ്രോ സെറ്റായി. ഇനി നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാം. ഞാൻ ഐ മേക്കപ്പ് എന്തായാലും സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യണുണ്ട് അതുകൊണ്ട് ഞാൻ അത്ര ഇതിലൊന്നും കാണിക്കുന്നില്ല കേട്ടോ. ഐ മേക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ പെർഫെക്റ്റായിട്ട് ചെയ്യുന്നതെന്നല്ല, ഞാൻ ചെയ്യണത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എന്നാണ് പറഞ്ഞത്. എനിക്കൊരു കോമൻറ്റ് വന്നിരുന്നു. അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കണേ. വിദ്യ ബ്യൂട്ടിയുടെ ആണ്. എൻ്റെ കയ്യിൽ വേറെയും ഐ ഷാഡോ പാലറ്റ് കുറേ ഉണ്ട്. പക്ഷേ കോമൺലി ഞാനിപ്പോൾ യൂസ് ചെയ്യണത് വിദ്യ ബ്യൂട്ടിയുടെ ആണ്. എനിക്കെന്താ ഭയങ്കര ഇഷ്ടപ്പെട്ടു.
അപ്പം എന്താണെന്നറിയില്ല, ഞാൻ ഇതിൽ നിന്ന് മാറാറില്ല. ഇപ്പോൾ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് പിന്നെ വേറെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാറില്ല. പിന്നെ പെട്ടെന്ന് യൂസ് ചെയ്യാൻ വേണ്ടി എൻ്റെ കയ്യിൽ ഒരു ചെറിയൊരു, അത് ഏത് ബ്രാൻഡാണെന്ന് അറിയില്ല, അത് വലിയ ബ്രാൻഡഡൊന്നും അല്ല, എന്നാൽ പോലും അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ മിക്ക വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അതായിരിക്കും. അല്ലെങ്കിൽ ഈ ബ്യൂട്ടിയുടെ ആയിരിക്കും. ബാക്കി ഞാൻ ഇപ്പം യൂസ് ചെയ്യാറില്ല, വെറുതെ അവിടെ ഇരിപ്പുണ്ട്. എനിക്ക് ഈ ഒരു ഷെയ്ഡാണ് ഏറ്റവും ഇഷ്ടം. ബ്ലാക്ക് ഐ ഷാഡോ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ലൈൻ ചെയ്ത് കൊടുക്കണേനു. എന്നിട്ട് ഐ ഷാഡോ വെച്ചൊന്ന് ലൈൻ ചെയ്തിട്ട് വീണ്ടും ഞാനൊരു ഐലൈനർ എടുത്തിട്ട് ചെയ്യും കേട്ടോ. എനിക്കിപ്പോൾ കഴിഞ്ഞു. ഞാൻ താഴെ അങ്ങനെ എഴുതാറില്ല, പക്ഷെ ഇന്ന് ഞാൻ എഴുതാമെന്ന് വിചാരിച്ചു. ഇനി എനിക്ക് ചെയ്യേണ്ടത് മസ്കാര ഇടണം. മസ്കാര ഇടുന്നതിന് മുമ്പ് ഞാനൊന്ന് ഐലാഷ് വെക്കട്ടെ കേട്ടോ. ഐലാഷ് വെച്ചിട്ട് ഞാൻ വരാം. സോ മസ്കാരയും ഐലാഷസൊക്കെ വെച്ചു. മസ്കാര ഞാൻ യൂസ് ചെയ്യണത് ഇവിടെ ത്രിൽ സീക്കർ എന്ന് പറഞ്ഞ റിമറിൻ്റെ കേട്ടോ. ഇനി ബ്യൂട്ടിയുടെ ഈസി ബേക്ക് പൗഡറും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്യാൻ പോണേന്. അങ്ങനെയായിട്ടാണ് ചെയ്യണത്. ഇത് ഈസി ബേക്ക് ബനാന ബ്രെഡാണ് കേട്ടോ ഞാനിപ്പോൾ യൂസ് ചെയ്യണത്. ഈസി ബേക്കിൻ്റെ ഹിത ബ്യൂട്ടിയുടെ ഐ മേക്കപ്പ് കഴിഞ്ഞു. ഇനി ഞാൻ ചെയ്യാൻ പോണത് ബ്ലഷ് ഇടാം. ചെയ്യണത് ബെനീറ്റിൻ്റെ ആണ്. ഹൈലൈറ്റർ ഞാൻ ലാസ്റ്റ് ഇടാം. ലിപ്സ്റ്റിക്ക് ഇടാം. അപ്പം ലൈൻ ചെയ്യണത് ഒരു ബ്രൗൺ ലിപ്പ് ലൈനർ വെച്ചിട്ടാണ്. ലോറിയലിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യണത്. സോ ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇനി ഹൈലൈറ്റർ ആയിട്ട് ഇടാൻ പോണത്. ഹൈലൈറ്റർ അങ്ങോട്ട് പാടിക്ക് വരി അങ്ങോട്ട്. എനിക്ക് അത്രയും ഇഷ്ടമുള്ള ഹൈലൈറ്ററാണ്. ആദ്യം ഞാൻ ഇവിടെ ഇടും, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇടും. സോ കഴിഞ്ഞ് ഇനി ഞാൻ ഡ്രസ്സെല്ലാം മാറി മുടി ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരാം. ഈ ഹൈലൈറ്റർ ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എൻ്റെ സ്കിൻ എന്താ നന്നായിട്ട് ഗ്ലോയി. വേണമെങ്കിൽ ഇത് മാത്രമേ ഇടേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഒരു രസത്തിന് എല്ലാ മേക്കപ്പും ചെയ്യണം. ഇത്രയും രസത്തിനെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ചെയ്യണം. സോ ഞാനൊന്ന് ഹെയറൊക്കെ സെറ്റ് ചെയ്ത് ഡ്രസ്സെല്ലാം മാറിയിട്ട് വരാം. റെഡിയായി ഞാൻ. ഇനി ഞങ്ങളൊന്ന് പുറത്തേക്ക് പോകാൻ പോണേ. അപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ. എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. വേറൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.